നമസ്കാരം. ഭജഗോവിന്ദ മനനത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ശ്ലോകം 12ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് ആദ്യം ഞാനതൊന്ന് വായിക്കാം. ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത കാല ക്രീഡതി ഗച്ഛത്യായു തദപിന മുഞ്ചത്യാശാ വായു. ഇതാണ് ശ്ലോകം. പകലും രാത്രിയും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. സായംകാലവും പ്രഭാതവും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ശിശിരവും വസന്തവും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഋതുഭേദങ്ങൾ നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വയലേലകളെ ഋതുഭേദങ്ങൾ കടന്നു പോകുന്നത് പോലെ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കാലഹ ക്രീഡതി. കാലഹ ക്രീഡതി. കാലം നൃത്തം ചെയ്യുന്നു, കാലം കളിക്കുന്നു. ഗച്ഛതി ആയുഹു. ആയുസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തദപിന മുഞ്ചത്യാശാവായു. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആഗ്രഹങ്ങൾ മനുഷ്യനെ വിട്ട് പിരിയുന്നില്ല. ഇതാണ് ഇന്നത്തെ ശ്ലോകം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം, ഇതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാലഹ ക്രീഡതി ഗച്ഛതി ആയു. എന്താണ് അർത്ഥം? കാലം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആയുസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെടേണ്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. എന്താണത്? കാലം നിശ്ചലമായിട്ടിരിക്കുന്നില്ല. കാലം നിശ്ചലമായിട്ടിരുന്നില്ലെങ്കിൽ സ്ഥലവും നിശ്ചലമല്ല, പദാർത്ഥങ്ങളും നിശ്ചലമല്ല. ഇത് മൂന്നുമാണല്ലോ അടിസ്ഥാന യാഥാർത്ഥ്യം. കാലം, പദാർത്ഥം, സ്ഥലം. ഇതൊന്നും തന്നെ നിശ്ചലമായിട്ടിരിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിൽ. എവിടെയും എങ്ങും ഏറ്റവും ചെറിയ അടിസ്ഥാന കണങ്ങൾ മുതൽ വലിയ വലിയ ബ്രഹ്മാണ്ഡങ്ങൾ വരെ ക്രീഡതി, നൃത്തം ചെയ്യുന്നു, കളിക്കുകയാണ്, പകിട കളിക്കുകയാണ്. ഈശ്വരൻ പകിട കളിക്കുകയാണെന്നൊക്കെ ഐൻസ്റ്റീൻ പറയുന്നത് പോലെ കാലം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാദേവന്റെ നൃത്തം. ഇത് നമ്മൾ അറിവിൻ്റെക്കാൾ ആഴത്തിൽ പോയി നമ്മൾ അനുഭവിക്കണം. ഇതിനെ അനുഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇത് നമ്മളുടെ വിവേകമായി തീരുകയില്ല. കാലം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അനുഭവിച്ചറിയാതെ അതൊരിക്കൽ പോലും നമ്മളുടെ വിവേകമായി തീരില്ല. അത് നമ്മളിൽ ഒരു മൂല്യം കൊണ്ടുവരികയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലളിതമായ വസ്തുതയാണ് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മളതിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. പക്ഷേ ശരിക്കും ആഴമേറിയ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾ, ബുദ്ധിപൂർവം വിവേകപൂർവം ഈ ഭൂമിയിൽ ജീവിക്കണം, മനുഷ്യജന്മം ഉപയോഗിക്കണമെന്ന് ഇച്ഛിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത് കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്ന അനുഭവം ശാശ്വതമല്ല. അത് ഓരോ നിമിഷവും നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുനിമിഷം നമ്മൾ അതിനെ മനസ്സിലാക്കണം. അതിനാണ് ഈ ക്ഷണികം എന്ന് പറയുന്നത്, ക്ഷണികത. ബുദ്ധിസ്റ്റുകൾ പറയുന്ന, ബുദ്ധഭിക്ഷുക്കൾ പറയുന്ന ക്ഷണികത, അസ്തിത്വത്തിൻ്റെ ക്ഷണികത. ഇതിനെ നമ്മൾ അനുനിമിഷം അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് അനുനിമിഷം പോയിട്ട് അനുവർഷം പോലും നമുക്കത് മനസ്സിലാകുന്നില്ല, അനുദിവസം മനസ്സിലാകുന്നില്ല, അനുമാസം മനസ്സിലാകുന്നില്ല, അനുവർഷം പോലും നമുക്ക് ഇതിൻ്റെ ചലനം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാര്യം അതിനേക്കാൾ വേഗത്തിലാണ് നമ്മളുടെ മനസ്സ് പെടച്ചുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹങ്ങളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് വസ്തുക്കൾ ചലിച്ചുകൊണ്ടിരുന്നാൽ, ഒരേപോലെ ചലിച്ചുകൊണ്ടിരുന്നാൽ മറ്റേ വസ്തു നിശ്ചലമായി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. രണ്ട് ബസ്സുകൾ, രണ്ട് ട്രെയിനുകൾ ഒരേ വേഗതയിൽ ചലിച്ചുകൊണ്ടിരുന്നാൽ തൻ്റെ കൂടെ വരുന്ന ട്രെയിൻ നിശ്ചലമായി നിൽക്കുന്നതായി നമുക്ക് തോന്നും. അതൊരു പ്രതിഭാസമാണ്. ഇത് തന്നെയാണ് മനസ്സിന്റെ പ്രത്യേകത. മനസ്സ് പെടച്ചുകൊണ്ടിരുന്നാൽ, ചലിച്ചുകൊണ്ടിരുന്നാൽ, ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ, ഇച്ഛിച്ചുകൊണ്ടിരുന്നാൽ, മത്സരിച്ചുകൊണ്ടിരുന്നാൽ, കാമിച്ചുകൊണ്ടിരുന്നാൽ, ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ, ഇതെല്ലാം മനസ്സിന്റെ ചലനങ്ങളാണ്. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന്
പ്രപഞ്ചം നിശ്ചലമായി നിൽക്കുന്നതായി തോന്നും, കാലം നിശ്ചലമായി നിൽക്കുന്നതായി തോന്നും. ഏറ്റവും വലിയ മൗഢ്യങ്ങളിലൊന്നാണത്, ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്നാണ്. വേദാന്തം അടിസ്ഥാനപരമായി പറയുന്ന തെറ്റിദ്ധാരണയാണത്. ജഗത്ത് ശാശ്വതമാണെന്നുള്ള ബോധമാണ് നമ്മളുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ. അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം? അതിനാണ് ഭഗവാൻ ഇവിടെ ഇത്തരത്തിലൊരു ചിത്രം നമുക്ക് തന്നത്. രാവും പകലും മാറി മാറി വരുന്നു, ദിവസങ്ങൾ മാറി മാറി വരുന്നു, വസന്തങ്ങൾ മാറി മാറി വരുന്നു, ഇവ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. കാലഹ ക്രീഡതി. നമ്മൾ ഇതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമഗ്രമായിട്ട് വേണം മനസ്സിലാക്കാൻ. ഒരെണ്ണം എടുത്തു നോക്കിയാൽ നമുക്കത് അനങ്ങുന്നതായിട്ട് തോന്നില്ല. ഒരു നിമിഷത്തെ നമ്മുടെ അനുഭവം കൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. സമഗ്രമായിട്ട് എടുത്തു നോക്കുമ്പോൾ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ സ്കാൻ ചെയ്തെടുത്തൊരു ചിത്രം, അമ്മയുടെ ഉദരത്തിൽ നമ്മൾ കിടക്കുന്ന സ്കാനിങ് ചെയ്ത ഫോട്ടോ, ആ ഫോട്ടോയും നമ്മുടെ ഇപ്പോഴുള്ള ഫോട്ടോയും രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ ഒരുമിച്ച് നമ്മളെ കാണിച്ചു തരികയാണ്. അങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ നിൽക്കുന്ന വ്യക്തി നിങ്ങളാണ് എന്ന് ഈ കാണുന്ന വ്യക്തി നിങ്ങളാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ തർക്കിക്കും, അത് ഞാനല്ല, അത്രയും ചെറിയ ഒരാളല്ല ഞാൻ, അതിനകത്ത് എനിക്കൊരു ഐഡന്റിറ്റിയും ഇല്ല എന്ന് തന്നെ നമ്മൾ തർക്കിക്കും. ആ ഫോട്ടോ എവിടെയും നമ്മുടെ തെളിവായിട്ട് സ്വീകരിക്കുകയില്ല. നമ്മുടെ പാസ്പോർട്ടിലൊന്നും അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ചിത്രം എടുത്തുകൊണ്ട് വെച്ചാൽ പാസ്പോർട്ടിൽ അത് സ്വീകരിക്കില്ല. പക്ഷെ അത് നമ്മളല്ലേ, സത്യമല്ലേ, അത് നമ്മൾ തന്നെയാണ്, അത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്, പരമാർത്ഥമാണ്. പിന്നെ എന്തുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല? അതിൻ്റെ കാരണം ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ അൺകോൺഷ്യസ് ആയിട്ട് നമുക്കറിയാം, അബോധപരമായിട്ട് അറിയാം. അതുകൊണ്ടാണ് 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ എടുത്ത ഫോട്ടോ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കാത്തത്. അത് ഞാനായിട്ട് ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല. 40 കൊല്ലം മുമ്പൊക്കെ ഞാൻ എന്തൊക്കെയോ ആയിരുന്നു, അതൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നു പോലും ഇല്ല. ഞാനിപ്പോൾ ഇതാണ്, എനിക്ക് റേഷൻ കാർഡുണ്ട്, എനിക്ക് മണ്ണെണ്ണ പെർമിറ്റ് ഉണ്ട്, എനിക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റും, ഞാനൊരു സിറ്റിസൺ ആണ്. നമ്മൾ അങ്ങനെ അതിനെ കണ്ടുവച്ചിരിക്കുക. വാസ്തവത്തിൽ നമ്മളൊരു 40 കൊല്ലം മുമ്പ് നമ്മളില്ല, അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് നമ്മളില്ല. അപ്പൊ ആ ഫോട്ടോയും ഈ ഫോട്ടോയും ചേർത്ത് വെച്ചാൽ ഇത് ഞാനാണെന്ന് ലോകത്തിൽ ഒരാൾക്കും പറയാൻ പറ്റാത്തതുപോലെ അല്ലേ? അതെന്തുകൊണ്ടാണ്? കാലഹ ക്രീഡതി, കാലം കളിച്ചു. ആരാണ് ആ ചെറിയ ആ ഒരു എന്താ പറയുക, കാഷ്യൂ നട്ട് പോലെ ഇരിക്കുന്ന ആ ഒരു ജീവന്റെ കണത്തെ, ജീവന്റെ തുടിപ്പിനെ ഇതുപോലെ ആക്കിയത് ആരാണ്? ഇതുപോലൊരു വ്യക്തിത്വമുള്ള രൂപമാക്കിയത് ആരാണ്? ഈ ലോകത്ത് മറ്റൊരാൾക്കും ആവർത്തിക്കാത്ത രീതിയിലുള്ള മുഖവും ശബ്ദവും ഒക്കെ ആയിട്ട് വളരെ അനന്യമായിട്ട് സൃഷ്ടിച്ചു. ആരാണത് സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അതാണ് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നില്ല, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ വായിച്ചു അങ്ങനെ ഒരിടത്ത്. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത്? കാലഹ ക്രീഡതി, കാലം കളിച്ചു. ഇനി മറ്റൊന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴെടുത്ത ഫോട്ടോ നമ്മുടെ ഫോട്ടോ അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോഴുള്ള ഈ ഫോട്ടോയും നമ്മുടെ ഫോട്ടോ അല്ലെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴെടുത്ത ഫോട്ടോ എൻ്റെ ഫോട്ടോ ആണെന്ന് ഞാൻ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതുപോലെ ഇപ്പോഴുള്ള ഈ ഫോട്ടോയും നമ്മുടെ ശാശ്വതമായ ഫോട്ടോയൊന്നും അല്ല. കുറച്ച് കഴിയുമ്പോൾ മാല വരെ വിടാനുള്ള നമുക്ക് അല്ലേ? ഒരാൾ ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോയും ഒരാൾ മരിക്കുന്ന ദിവസത്തെ ഫോട്ടോയും, ആ 2 ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ച് നോക്കും, വല്ല സാമ്യമുണ്ടോ? ജനിച്ച് ഇങ്ങനെ കരയുന്ന ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ, മരിച്ച് കിടത്തിയിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ, രണ്ടും ഒരാളാണേ. അത് ചേർത്ത് വെച്ച് നോക്കുക. ഇവർക്കിടയിൽ സാമ്യമില്ലെന്ന് മാത്രമല്ല, എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? എന്ത് വിസ്മയം, എന്ത് ഇന്ദ്രജാലമാണ് ഇവിടെ സംഭവിച്ചത്? ഒരു കുഞ്ഞ് കൈകാലിട്ടടിക്കുന്ന ഒരു കുഞ്ഞ് ചുക്കിച്ചുളിഞ്ഞൊരു ദേഹമായിട്ട്, നരച്ച ദേഹമായിട്ട് ആ വൃത്തം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾ അത്ഭുതപ്പെടണം. അവിടെ ഒരിക്കലും നമ്മൾ അറിവ് കൊണ്ടുവന്ന് മൂടരുത് ആ അത്ഭുതത്തെ. നമ്മൾ അവിടെ അത്ഭുത നേത്രനായി, വിസ്മിത നേത്രനായി നമ്മൾ നിൽക്കണം. മറ്റൊരു ചിന്തയും പാടില്ല. മരണ വീട്ടിൽ പോയാൽ മറ്റൊന്നും ചിന്തിക്കരുത്. എന്താണിത് സംഭവിച്ചത്?
70 വർഷം മുമ്പ് ഒരു കുഞ്ഞായിരുന്ന ആൾ ഇപ്പം എന്തുകൊണ്ട് മരിച്ചു? എന്തുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ശരീരം ശോഷിച്ചു പോയി? ആരാണ് ഈ മനുഷ്യൻ്റെ ശരീരം ശോഷിച്ചത്? ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ അമ്മയുടെയൊക്കെ കൈകളിലേക്ക് നോക്കും. എന്നിട്ട് ഞാൻ കുട്ടിക്കാലത്ത് അമ്മയുടെ കയ്യിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഓർക്കും. എൻ്റെ മുത്തശ്ശി എന്നെ ഒരു കൈ കൊണ്ട് വാരിയെടുത്ത് എന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്. ഞാനതൊക്കെ ഓർക്കും. പക്ഷേ എനിക്കൊരു 20 വയസ്സൊക്കെ ആയപ്പോൾ മുത്തശ്ശിയുടെ കൈകൾ കണ്ടിട്ട് മുത്തശ്ശിക്ക് എൻ്റെ ഒരു കൈ പോലും എടുത്ത് പൊക്കാൻ സാധിക്കില്ലായിരുന്നു. എന്താണിത്? എന്ത് മഹേന്ദ്രജാലമാണ് ഇവിടെ സംഭവിക്കുന്നത്? കാലഹ ക്രീഡതി. കാലം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്. ഇവിടേക്ക് നമ്മൾ ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ആ രഹസ്യമാണ് ക്ഷണികത. ആ രഹസ്യമാണ് അനിത്യത. ആ രഹസ്യത്തിന് പറയുന്ന പേരാണ് മിഥ്യ. ജഗത് മിഥ്യ. ബുദ്ധൻ്റെ ഏറ്റവും വലിയ ഒരു സിൽവർ ബുള്ളറ്റ് ആയിരുന്നത്. ബുദ്ധൻ്റെ സിൽവർ ബുള്ളറ്റ് ആയിരുന്നു മിഥ്യ, മായ എന്നൊക്കെയുള്ളത്. അദ്ദേഹം ഏത് ദുഃഖവുമായി വരുന്ന ഒരാൾക്കും കൊടുക്കുന്നത് ഈ ലോകത്തിൻ്റെ മിഥ്യാത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ചോദിക്കും, നമുക്ക് വലിയ കോപവുമായിട്ട് വരുവാണ് നമ്മൾ. അപ്പോൾ ബുദ്ധൻ ചോദിക്കും, ആരോടാണ് കോപം? അപ്പം ഇന്ന ആളോടാണ് കോപം. അയാൾ ജനിക്കുന്നതിന് മുമ്പുള്ള 300 വർഷം നിങ്ങൾ മനസ്സിൽ കാണുമെന്ന് പറയും. 300 വർഷം മുമ്പ് അയാളുണ്ടോ? ഇല്ല. 300 വർഷം മുമ്പ് നിങ്ങൾക്ക് അയാളുടെ ദേഷ്യമുണ്ടോ? ഇല്ല. ഇനി അയാൾ ഒരു ദിവസം മരിക്കും, നിശ്ചയമായും മരിക്കും. ആ മരണത്തിന് ശേഷമുള്ള ഒരു 100 വർഷം മുമ്പോട്ട് നോക്കുക. അവിടെ നിങ്ങൾ കോപത്തോടുകൂടി വെറുപ്പോടുകൂടി നിൽക്കുന്ന ആ മനുഷ്യനുണ്ടോ? ഇല്ല. ഒരു 100 വർഷം കഴിയുമ്പോൾ അയാളുടെ പൊടി പോലും ഈ ഭൂമിയിൽ ശേഷിക്കില്ല. അയാളുടെ എല്ലിൻ്റെ ഒരു പൊടി പോലും ശേഷിക്കില്ല. അന്ന് നിങ്ങൾക്ക് അയാളുടെ ദേഷ്യമുണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് അയാളുടെ ദേഷ്യമില്ല, ഇതിന് ശേഷവും നിങ്ങൾക്ക് അയാളുടെ ദേഷ്യമില്ല, വെറുപ്പില്ല, മത്സരമില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ക്ഷമിച്ചൂടെ? മുമ്പും പിമ്പും ഇല്ലാത്തതിന് എന്തിനാണ് നമ്മൾ ഈ മധ്യത്തിൽ കൊണ്ടു നടക്കുന്നത്? ഇതായിരുന്നു ബുദ്ധൻ്റെ ചോദ്യം. ഇനി നമ്മളാണ് ദുഃഖിച്ചിരിക്കുന്നതെങ്കിൽ ബുദ്ധൻ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ വർഷങ്ങളില്ലേ? ഋതുഭേദങ്ങളില്ലേ? മഴയില്ലേ? മഞ്ഞില്ലേ? ആയിരക്കണക്കിന് വർഷങ്ങളില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നിങ്ങളുണ്ടോ? നിങ്ങളുടെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടോ? നിങ്ങളുടെ ദുഃഖമുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ ഒരു ദിവസം മരിക്കില്ലേ? മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ പല മടങ്ങായിട്ട് നിങ്ങൾ ഇല്ലാത്ത കാലം വരില്ലേ? നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ചാൽ പോലും മരണശേഷം 900 വർഷം കടന്നു പോകും, 9000 വർഷം കടന്നു പോകും, 10000 വർഷം കടന്നു പോകും, 1,00,000 വർഷം കടന്നു പോകും. ഏതാണ് വലുത്? നിങ്ങൾ ഉള്ളതാണെന്നോ നിങ്ങൾ ഇല്ലാത്തതായിരുന്നോ വലുത്? നിങ്ങളില്ലാത്ത സമയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഉള്ള സമയം ക്ഷണികമായിരുന്നു. ക്ഷണികത. 2 വലിയ അനന്തതയ്ക്കിടയിൽ ഉള്ള ഒരു ബിന്ദു മാത്രമാണ് നമ്മൾ. എന്നിട്ട് ബുദ്ധൻ ചോദിക്കും, എന്തിനാണ് ദുഃഖം? ഇപ്പൊ ദുഃഖത്തിന്റെ ഭാരം കുറഞ്ഞില്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ അവബോധം വലുതാകുമ്പോൾ ദുഃഖത്തിന്റെ ഭാരം കുറയും. ദുഃഖം അവിടെ തന്നെ ഉണ്ടാവും, ദുഃഖത്തിനുള്ള കാരണങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ വ്യാസം കൂടുമ്പോൾ ഇതിൻ്റെ സാന്ദ്രത കുറയും, അല്ലേ? നമ്മൾ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഉപ്പ് കലക്കിയാൽ ഭയങ്കര ഉപ്പായിരിക്കും. വലിയൊരു അണ്ടാവിലാണ് നമ്മൾ വെള്ളം എടുത്തിട്ട് വലിയൊരു ചെമ്പിൽ നിറച്ച് വെള്ളം, എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടു. ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്, അതിൻ്റെ അളവ് തുല്യമാണ്. പക്ഷേ അതിൻ്റെ ഫലം, അത് കൊണ്ടുവരുന്ന ഇഫക്റ്റ് രണ്ടും രണ്ടാണ്. ഗ്ലാസ്സിനുള്ളിൽ അത് ഉപ്പ് രസം തന്നെയാണ്, ചെമ്പിനുള്ളിൽ അത് അനുഭവിക്കാനേ സാധിക്കുകയില്ല. അത് മാത്രമാണ് നമ്മൾക്കുള്ള മുമ്പിലുള്ള പോംവഴി. നിങ്ങളുടെ വ്യാസം വർദ്ധിപ്പിക്കൂ, നിങ്ങളുടെ അവബോധത്തെ വികസിപ്പിക്കൂ. നിങ്ങൾക്ക് വികസിപ്പിക്കാൻ സാധിക്കും, ചുരുക്കാനും സാധിപ്പിക്കും, സങ്കോചിക്കാനും സാധിക്കും, വികാസവും സാധിക്കും. അതാണ് അവബോധം. സങ്കോചിക്കും തോറും ദുഃഖം, വികസിക്കും തോറും സ്നേഹം, സുഖം, ആനന്ദം. ഇതാണ് പ്രപഞ്ച സത്യം. അതിനുള്ള മാർഗമാണ് ഈ ക്ഷണികതയെ തിരിച്ചറിയുക എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. കാലഹ ക്രീഡതി ഗച്ഛതി ആയുഹു. ആയുസ് കടന്നു പോകുന്നു. അവിടെ മറ്റൊരു പ്രശ്നം. കാലം കളിക്കുന്നത്
മാത്രമല്ല പ്രശ്നം, പിന്നെയോ ആയുസ് കടന്നും പോകുന്നു. എന്താ ചെയ്യാ? ആയുസ് കടന്നു പോകുന്നു, എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, പകലും രാത്രിയും സായാഹ്നവും പ്രഭാതവും ശിശിരവും വസന്തവും വീണ്ടും വീണ്ടും പുനരായാത, വീണ്ടും വീണ്ടും വരുന്നു. നമ്മളുടെ ജീവിതത്തിന്റെ അളവെന്താണ്? വർഷങ്ങളിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്, അതിനെ അളക്കുന്നത്. ഒരു വർഷം നമ്മൾ ജീവിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അളക്കുന്നത്? അതിലെ മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അളക്കാം. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു, അതാണ് ആ 2026 അല്ലെങ്കിൽ 2025 എന്ന് പറയുന്ന വർഷം. ഇനി ഈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസങ്ങളാണ്. 30 ദിവസം, 31 ദിവസം, 29 ദിവസം, 28 ദിവസമൊക്കെയാണ് മാസങ്ങൾ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്? ദിനവും രാത്രിയും. അടിസ്ഥാന യാഥാർത്ഥ്യം, നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ രാവും പകലും, അല്ലെങ്കിൽ ഒരു ദിവസം. ഈ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ മുമ്പിലുള്ള മാസങ്ങളും നമ്മുടെ മുമ്പിലുള്ള വർഷങ്ങളും നമ്മുടെ മുമ്പിലുള്ള ആയുസ്സും നിലനിൽക്കുന്നത്. ഈ ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ഈ ദിവസം 13-ാം തീയതി, ജൂലൈ 13-ന് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ ഒരു സംഖ്യ കൊണ്ട് അങ്ങ് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജാതകം, ഭാവി കിട്ടും. അതിനപ്പുറത്തേക്കൊന്നും അല്ല ഭാവി. നമ്മൾ ഈ ഒരു ദിവസം സ്ക്രോള് ചെയ്തും ഉറങ്ങിയും ഉണ്ടും സ്വപ്നം കണ്ടും കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി മുഴുവൻ ആയുസ്സും അതിൻ്റെ റെപ്പറ്റീഷൻ ആയിരിക്കും, ആവർത്തനമായിരിക്കും, അതിൻ്റെ ഗുണനമായിരിക്കും, സങ്കലനമായിരിക്കും. അതിനപ്പുറത്തേക്കാവാൻ സാധിക്കില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കയ്യിൽ പ്രപഞ്ചം തന്നിരിക്കുന്നത് ദിവസങ്ങളാണ്, വർഷങ്ങൾ തന്നിട്ടില്ല, മാസങ്ങൾ തന്നിട്ടില്ല. അതെല്ലാം വെറും നാമം, സർവനാമങ്ങളാണ്, പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സംഗതിയില്ല. ഒരു മാസം, ഒരു വർഷം, അങ്ങനെ ഒരു സംഗതിയില്ല. അത് പേരാണ്, സർവനാമമാണ്, കളക്റ്റീവ് നൗണാണ്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ ദിവസം, ഇപ്പോ, ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യണം, അതെനിക്ക് തീരുമാനിക്കാനുള്ള ഫ്രീ വിൽ, സ്വതന്ത്രമായ ഇച്ഛാശക്തിയാണ് ഞാൻ. ദിവസങ്ങളിൽ ആദ്യം നമ്മൾ ജീവിതത്തെ കാണാൻ പഠിക്കണം. ഈ വർഷങ്ങളിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ മടിയന്മാരും അലസന്മാരും മൂഢന്മാരും, ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂഢന്മാരുമായി പോകുന്നത്. വർഷങ്ങളിലൂടെ ജീവിതത്തെ കാണുന്നുണ്ടാണ്. ദിവസങ്ങളായിട്ട് എടുത്തു നോക്കൂ. 80 വർഷമാണല്ലോ ശരാശരി, അല്ലേ? മനുഷ്യന്റെ ആയുസ് എന്നൊക്കെ പറയുന്നത് 80 വർഷം ശരാശരി, കൂടാൻ കുറയാം, ഡിപ്പെൻസ്. 80 വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാവോ? ദിവസങ്ങൾ 29,200 ദിവസം. തീർന്നു, അത്രേ ഉള്ളൂ. 29,200 ദിവസത്തിനെയാണ് നമ്മൾ ഈ 80 വർഷം. നമ്മൾ 80 വർഷം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലും 29,200 ദിവസം എന്ന് പറയുമ്പോൾ കിട്ടുന്നതും രണ്ടും രണ്ടാണ്. 80 വർഷം എന്ന് പറഞ്ഞാൽ എന്തോ വലിയതാണെന്ന് നമ്മൾ വിചാരിക്കും. 29,200 ദിവസം എന്ന് പറഞ്ഞാൽ ക്ഷണികം. അതാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ക്ഷണികത നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കളക്റ്റീവ് നൗൺ, സർവനാമങ്ങളിൽ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ മറ്റെന്തോ ഒന്നാണെന്ന്. അതുപോലെ 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുന്നു 83 വയസ്സിൽ. 83 വയസ്സെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 30,300 ദിവസമേ ഉള്ളൂ. നിങ്ങൾ ജനിച്ച ദിവസം ഒന്ന് മനസ്സിൽ കാണുക. പിന്നെ നേഴ്സ് വന്ന് നിങ്ങളെ കയ്യിലേക്ക് എടുത്തു, നിങ്ങൾ കിടന്ന് കരഞ്ഞു. ഇത് ഡേ 1. അങ്ങനെ ആവർത്തിച്ച് 30,301 ദിവസം ആയപ്പോഴത്തേക്കും എന്തായി? എന്താ പറയുക, 1000 പൂർണ്ണയന്ത്രന്മാരെ നമ്മൾ കണ്ടു. മനുഷ്യായുസ് കഴിഞ്ഞു. അങ്ങനത്തെ ഓരോ ദിവസം ആവർത്തിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ വർഷങ്ങളൊന്നും ചാടിപ്പോയിട്ടില്ല. ഈ നിയമം ഒരിക്കലും തെറ്റില്ല. ദിവസങ്ങളിലൂടെ മാത്രമേ സമയം കടന്നു പോകുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരാഴ്ച അങ്ങോട്ട് കടന്നുപോയി, ഓ ദൈവം ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു, റീൽ ഓടിച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് 2 ആഴ്ച കട്ട് ചെയ്ത് കയറിപ്പോയി. അങ്ങനെ ഒരിക്കൽ പോലും എറർ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കുക അസാധ്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിവസങ്ങളിലൂടെ കാര്യം എന്തുകൊണ്ടാണ്? യാഥാർത്ഥ്യത്തിന് മാത്രമേ ആവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ ദിവസം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഡീൽ ചെയ്യേണ്ട, നമ്മൾ പരിചയപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ദിവസം.
90 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരാൾ പോലും 32,000 ദിവസങ്ങളെ ജീവിച്ചിട്ടുള്ളൂ. 70 വയസ്സോ 25,500 ദിവസമേ ഉള്ളൂ. 70 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. പക്ഷെ 25,500 ദിവസം. 60 വയസ്സ് ഷഷ്ടിപൂർത്തി എത്രയാണ്? 22,000 ദിവസം. കുറഞ്ഞു എന്നൊക്കെ. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് വെറും 22,000 ദിവസമേ ആയിട്ടുള്ളൂ. 50 വയസ്സ് ഹാഫ് സെഞ്ചുറി എത്രയാണ്? 18,200 ദിവസം. ഇനി ഞാൻ താഴോട്ട് പോകുന്നില്ല, മോശം അത്. അപ്പൊ വളരെ ക്ഷണികമാണ്, വളരെ നമുക്ക് വേണേൽ കൗണ്ട് ഡൗൺ ചെയ്യാം അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സിൽ കാണുന്ന മാക്സിമം ആയുസ് വെച്ചിട്ട് താഴോട്ട് ടിക്ക് ചെയ്ത് തുടങ്ങാം. കൗണ്ട് ഡൗൺ. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കൊരു അർജൻസി വരും. ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? നമുക്ക് ഭഗവാനോട് തന്നെ ചോദിക്കാം എങ്ങനെ ജീവിക്കണമെന്ന്. അപ്പൊ അതാണ്, ദിവസങ്ങളായിട്ട് വേണം നമ്മൾ യാഥാർത്ഥ്യത്തെ കാണാൻ. അങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ക്ഷണികമാണ്. കാലഹ ക്രീഡതി ഗച്ഛതി ആയുഹു. ഇത് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കണം, പണിപ്പെട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ. കാര്യം ഇത് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിൽ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ അത് വലുതും നമ്മൾ ചെറുതുമായി പോകും. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പിൽ പോയി കഴിഞ്ഞാൽ, ജഗത്ത് മിഥ്യയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വലുതും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെക്കാൾ ചെറുതുമായിരിക്കും. അത്രയും നമുക്ക് പറ്റൂ. പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല, നമുക്ക് പ്രശ്നങ്ങളെക്കാൾ വലുതാകാം. പ്രശ്നങ്ങൾ അവിടെ നിൽക്കും. നമുക്ക് ഒന്നുകിൽ അവരെക്കാൾ ചെറുതാകാം, അല്ലെങ്കിൽ അവരെക്കാൾ വലുതാകാം. അത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പരിഹാരം. അല്ലാതെ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം, പ്രശ്നങ്ങളില്ലാത്തൊരു ഭൂമി എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും സാധിക്കില്ല. സ്വപ്നത്തിൽ പോലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, അപ്പോ നമുക്കൊരു കാര്യം ബോധ്യമായി. എന്ത്? കാലം കളിച്ചുകൊണ്ടിരിക്കുന്നു, ആയുസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എവിടെ തുടങ്ങും? എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിർത്താൻ പറ്റില്ല അല്ലേ? നമുക്ക് ഒരിക്കലും വായുവിനെ പിടിക്കുന്നത് പോലെയാണ് സമയത്തെ പിടിക്കുന്നത്, കിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ ധനികന് പോലും തൻ്റെ ഭൂതകാലം വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല. പിന്നെ എന്തേ ഉള്ളൂ മാർഗം? ഫലപ്രദമായി വിനിയോഗിക്കുക, മറന്നേക്കുക, അത്രയേ ഉള്ളൂ. ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്, കഴിഞ്ഞു പോയതിന്. പക്ഷെ ഫലപ്രദമായി ഉപയോഗിക്കണം. ഈ പ്രസന്റ്, ഈ ദിവസം എൻ്റെ കയ്യിലുണ്ട്, ഇന്നലത്തെ ദിവസം എൻ്റെ കയ്യിലില്ല. ഞാൻ ജനിച്ച ദിവസം മുതൽ ഇന്നലത്തെ ദിവസം വരെ എൻ്റെ കയ്യിലില്ല. പക്ഷെ ഈ ദിവസം എൻ്റെ കയ്യിലാണ്, അവിടെ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിനാണ് നമ്മുടെ പൂർവികര് ഇതിനെ ആദ്യം എന്ത് ചെയ്തു? സിസ്റ്റമൈസ് ചെയ്തു, സിസ്റ്റമാറ്റിക് ആക്കി. വളരെ ക്ഷണികമായിട്ടുള്ള ഈ ആയുസ്സിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അതിനൊരു രൂപം കൊടുക്കണം അല്ലേ? അരൂപമായിട്ടുള്ള ഒരു ആയുസ്സിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കർമ്മങ്ങൾ അതിലേക്ക് കൊടുക്കാൻ പറ്റും. പ്രവൃത്തി ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാണ്ട് കിടന്നുറങ്ങാനല്ല, നമ്മൾ പ്രവൃത്തി ചെയ്ത് മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഇതിനൊരു ഘടനയുണ്ട്. മനുഷ്യ ജീവിതത്തിനൊരു ഘടനയുണ്ട്. അതിൻ്റെ ജൈവതാളവുമായിട്ട് ഒത്തുപോകുന്ന, അതിൻ്റെ ആത്മീയതയുമായിട്ട് ഒത്തുപോകുന്ന ഒരു ഘടന ഈ ജീവിതത്തിനുണ്ട്. അതിനെയാണ് അവർ എന്ത് വിളിച്ചത്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ വിളിച്ചത്. പാശ്ചാത്യ നാട്ടിലൊരു കഥയുണ്ട്, ഇംഗ്ലീഷിലൊരു കഥയാണ്. ആ കഥയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പം 20 വയസ്സായിരുന്നു അവന് പരമാവധി കൊടുത്തത്, 20 വർഷം. മനുഷ്യൻ അതിനെതിരെ പ്രതിഷേധിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 20 വർഷമൊന്നും പോരാ, ഞങ്ങൾക്ക് അതിലേറെ വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ പല മടങ്ങ് വേണം എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? ദൈവം അവർക്ക് മറ്റു ജീവികളിൽ നിന്ന് ബോറോ ചെയ്ത്, അവിടുന്ന് കടം വാങ്ങിയിട്ട് മനുഷ്യന് കൊടുത്തു. അങ്ങനെ കടം വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ്? ആദ്യം വാങ്ങിയത് കഴുതയുടെ കയ്യിൽ നിന്നാണ്. കഴുതയുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 30 വർഷമാണ് ഈശ്വരൻ കടം വാങ്ങിയിട്ട് മനുഷ്യന് തന്നത്. പിന്നെ അവിടെ ഒരു നായ നിൽപ്പുണ്ടായിരുന്നു. നായയുടെ അടുത്തുനിന്ന് 20 വർഷം കടം വാങ്ങി മനുഷ്യന് നൽകി. പിന്നെ ആരുടെ? പിന്നെ കുരങ്ങ്. ബാക്കിയുള്ള കുറച്ച് വർഷങ്ങൾ കുരങ്ങിന്റെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങി. ഇതെല്ലാം കൂടെ മനുഷ്യന് കൊടുത്തു. അതോടുകൂടി എന്താണ് അവസ്ഥ?
ആദ്യത്തെ 20 വർഷം മനുഷ്യനെ പോലെ ജീവിച്ചു, സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു. 20 വർഷം കഴിയുന്നതോടുകൂടി ആര് വന്നു നമ്മുടെ ലൈഫിലേക്ക്? കഴുത എൻ്റർ ചെയ്തു. കഴുതയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുക. അതോടുകൂടി നമ്മൾ ജീവിതത്തെ ഒരു ഭാരമായി മുതുകിലേറ്റി. എന്നിട്ട് നമ്മളിങ്ങനെ ഏന്തിയും വലിഞ്ഞും ദാഹിച്ചും ഒക്കെ മുമ്പോട്ട് പോവുകയാണ്. ജീവിതം എന്താണ്? ഒരു ഭാരമാണ്. കഴുത 30 കൊല്ലം 50 വയസ്സ് വരെ നമ്മൾ ആ ഭാരം ചുമന്നു. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വാർദ്ധക്യത്തിലെത്തി. നമുക്ക് വയ്യാണ്ടായി. ആദ്യത്തെ പോലെ നമുക്ക് ഓടാൻ വയ്യാണ്ടായി. അപ്പൊ നമുക്കൊരു റിട്ടയർമെന്റ് ഉണ്ട്. റിട്ടയർമെന്റിലൂടെ നമ്മൾ ഏത് ഫേസിലേക്ക് കടന്നു? നായയുടെ ഫേസിലേക്ക്. അതോടുകൂടി നമ്മുടെ ജോലി വീടിന്റെ ഉമ്മറത്തിരുന്ന് ആ ഉമ്മറത്തിരിക്കുക. അതാണ് നമ്മുടെ ജോലി. ബാക്കിയൊക്കെ മറ്റുള്ളവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ള ചെറുപ്പക്കാരെ ഏറ്റെടുത്തു. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മറത്തിരിക്കുക, വീടിന്റെ പടിയയിലിരുന്ന് ആരെങ്കിലും വന്നാൽ ആരാ എന്താ എന്നൊക്കെ ചോദിക്കുക. നായ അങ്ങനെയല്ലേ? അങ്ങനെ ഒരു കാവൽക്കാരനായിട്ട് നമ്മൾ മാറും. തുടർന്നുള്ള 20 വർഷം നമ്മൾ വീടിന്റെ കാവൽക്കാരനാണ്. പ്രത്യേകിച്ച് റോളൊന്നുമില്ല, പക്ഷെ കാവൽക്കാരനാണ്. ആരെങ്കിലും വന്നാൽ ഗേറ്റ് തുറക്കുക, തിരിച്ചു കൊണ്ടാക്കുക, വന്നിരിക്കുക, ഭക്ഷണം കിട്ടും. അതിനുശേഷം കുരങ്ങിന്റെ അവസ്ഥയാണ്. പിന്നെ കുരങ്ങാണ് വരുന്നത്, അല്ലേ? പിന്നെയുള്ള 20 വർഷം കഴിഞ്ഞാൽ കുരങ്ങാണ്. പിച്ചും പെയ്യൊക്കെ പറഞ്ഞ് പിന്നെ ബാക്കിയുള്ള കുറെ സമയവും പോകും. കാര്യം നമ്മുടെ പ്രജ്ഞ വർദ്ധിപ്പിക്കാനുള്ള ഒന്നും ചെയ്തിട്ടില്ലല്ലോ. 20 വയസ്സ് വരെ ആനന്ദിച്ച് ജീവിച്ചു, പിന്നീട് ഭാരം ചുമന്നു, പിന്നീട് വീടിന്റെ കാവൽക്കാരനായി. പ്രജ്ഞ വർദ്ധിപ്പിക്കാനുള്ള ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതോടുകൂടി നമ്മൾ കുരങ്ങിനെ പോലെയായി. ബാക്കിയുള്ളവർക്ക് ഒരു പരിഹാസപാത്രം. അങ്ങനെയാണത്രേ ഒരു മനുഷ്യന്റെ ജീവിതം പോകുന്നതെന്ന് ഒരു തമാശയുണ്ട്. പക്ഷെ അത് ഒരു ഡാർക്ക് ഹ്യൂമറാണ്. ഒരുപാട് മനുഷ്യരുടെ യാഥാർത്ഥ്യം കൂടിയാണത്. ഇതൊരു കോമഡി മാത്രമല്ല, ഒരുപാട് മനുഷ്യർ കടന്നുപോയിട്ടുള്ള ട്രാജഡിയും കൂടെയാണ്. ഭാരം ചുമന്നും കാവലിരുന്നും കുരങ്ങിനെ പോലെ കോമാളി വേഷം കെട്ടിയും മരിച്ചുപോയ ശതകോടി മനുഷ്യരുണ്ട്, അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെയാണോ? ഋഷിമാർ എന്താണ് ചെയ്തത്? അങ്ങനെ കുരങ്ങിന്റെ കയ്യിൽ നിന്നും കഴുതയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടല്ല. പിന്നെയോ മനുഷ്യന് തന്നെ സ്വകീയമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാണ് ഇവിടെ. മനുഷ്യനെ ഒരു 100 വർഷം തിരിച്ചിട്ട് 25 വർഷം ബ്രഹ്മചര്യം, 25 വർഷം ഗാർഹസ്ഥ്യം, 25 വർഷം വാനപ്രസ്ഥം, ശേഷം സന്യാസം. ഇങ്ങനെ സമ്പൂർണവും ക്രമനിബദ്ധവുമായ ഒരു ജീവിതം. സമ്പൂർണം എന്ന് കൂടി പറയണം. എന്തുകൊണ്ട് സമ്പൂർണം? അതിൽ ത്യാഗവുമുണ്ട്, അതിൽ ഭോഗവുമുണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ അത് സമ്പൂർണമാകില്ല. അത് ഭാഗികം മാത്രമേ ആവുള്ളൂ. ഭാഗികമായിട്ടുള്ളതെല്ലാം അപകടമാണ്. സത്യം നല്ലതാണ്, അർത്ഥസത്യം അപകടമാണ്. ജ്ഞാനവും നല്ലതാണ്, അജ്ഞാനവും നല്ലതാണ്, അർത്ഥജ്ഞാനം അപകടമാണ്. അങ്ങനെ ഭാഗികമായ എല്ലാം അപകടമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നുകിൽ ത്യാഗത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഭോഗത്തിലേക്ക് പോവുക. രണ്ടും അപകടമാണ്. ജീവിതം ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിൽ ത്യാഗവും വേണം, ഭോഗവും വേണം. അങ്ങനെയാണ് നമ്മൾ ത്യാഗത്തിൽ തുടങ്ങുന്ന ബ്രഹ്മചര്യം ആരംഭിക്കുന്നത്. ബ്രഹ്മചര്യത്തിൽ ആരംഭിക്കുകയാണ്, ത്യാഗത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു 12 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഗുരുകുലത്തിൽ കൊണ്ടേ ആക്കണം. നമ്മുടെ ഏൻഷ്യൻ്റ് പൗരാണികമായ വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ച് 12 വയസ്സൊക്കെ കഴിഞ്ഞാൽ 10-12 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളെ ഗുരുകുലത്തിലേക്ക് അയക്കും. വീടിൻ്റെ കംഫർട്ടിൽ നിന്ന്, വീടിൻ്റെ അമ്മയുടെ ഉദരത്തിൻ്റെ എക്സ്പാൻഷൻ ആണല്ലോ, വിപുലീകരണമാണല്ലോ വീട്. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നത് പോലെ തന്നെ സുഖകരമായ ഒരു അവസ്ഥയാണ് വീട് തരുന്നത്. വീട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളത് നമ്മളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനൊരു പ്രായമുണ്ടേ, തീരെ ചെറുപ്പത്തിലേ പിടിച്ച് മാറ്റരുത്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും മാറ്റുക. അവനെ ത്യാഗം എന്താണെന്ന് പഠിപ്പിക്കുക, ഡിറ്റാച്ച്മെന്റ് പഠിപ്പിക്കുക. അവനറിയണം ഇതൊന്ന് മാറി നിന്നാലേ അവൻ വളരുകയുള്ളൂ എന്ന് അവന് മനസ്സിലാകണം. ഇപ്പൊ നമ്മൾ ഗുരുകുലത്തിൽ കൊണ്ടുവന്നാക്കുന്നു. ഗുരുകുലത്തിലെ തുടർന്ന് ഇപ്പൊ ശ്രീകൃഷ്ണൻ പോലും ഗുരുകുലത്തിൽ പോയി തന്നെയാണ് പഠിച്ചത്. സാന്ദീപനി മഹർഷിയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. അദ്ദേഹത്തിന് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം പ്രപഞ്ചാത്മാവ് തന്നെയല്ലേ, അസ്തിത്വം തന്നെയല്ലേ. പക്ഷെ അദ്ദേഹം ഒരു റൂളും തെറ്റിച്ചിട്ടില്ല, ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല. എല്ലാവരും ഗുരുവിൻ്റെ അടുത്ത് പോയി സേവിച്ചു. ഗുരുവിന് വേണ്ടി വിറക് വെട്ടി, വെള്ളം കോരി. ഭഗവാനും ചെയ്തു അതെല്ലാം. അതാണ്. അല്ലാണ്ട് താൻ ദൈവമാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല. ഒരാളും മാറി നിന്നിട്ടില്ല. ദൈവങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേദന കിട്ടിയിരിക്കുന്നത്. അവതാരങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുരിശിൽ ഏറ്റിയിരിക്കുന്നത്. ആരെയാണ്?
ദൈവപുത്രനെയും അവതാരങ്ങളെയാണ് നമ്മൾ കുരിശിലേറ്റിയിരിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് അത്രയൊന്നും യാതന ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഭഗവാൻ പോലും ഗുരുകുലത്തിൽ പോയി നിന്ന് തന്നെ പഠിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ വീടൊന്നും ഇല്ല, അന്യകേതനാണ്. ജനിച്ചത് തന്നെ തടവറയിൽ, പിന്നീട് വളർന്നത് മറ്റെങ്ങോ. 25 വർഷം കഴിഞ്ഞ 25 വയസ്സ് വരെ എന്നാണ് ഒരു വയ്പ്. അതൊരു വയ്പ് മാത്രമാണ്, നമുക്കൊരു ഘടന കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ത്യാഗം കഴിഞ്ഞാൽ പിന്നെ ഭോഗം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് ത്യാഗത്തിൽ ഇങ്ങനെ പോകാനുള്ളതല്ല ജീവിതം. ഒന്നും അറിയാതെ പോയി അങ്ങ് മരിക്കുക എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ അർത്ഥം. ഇവിടെ ചില ഭോഗങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ചില രസങ്ങളൊക്കെ ഉണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതവും കൂടി ഇവിടെ ഉണ്ട്. പക്ഷെ അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ത്യാഗം അറിഞ്ഞിരിക്കണം. ത്യാഗം പഠിച്ചിട്ടേ ഭോഗം എടുക്കാവൂ. അത് ഒരു റൂളാണേ, ഒരു സീക്രട്ട് റൂളാണ്. ഭാരതം പഠിപ്പിച്ച മാർഗമാണത്. വിവേകാനന്ദ സ്വാമി ഇംഗർസോളും തമ്മിലുള്ള ഡിസ്കഷന്റെ വിഷയം ഇതായിരുന്നു: ഭോഗത്തിൽ തുടങ്ങണമോ ത്യാഗത്തിൽ തുടങ്ങണമോ? ഇതായിരുന്നു അവരുടെ ഡിബേറ്റ്. ഇംഗർസോൾ പറഞ്ഞത് മുഴുവൻ ജീവിതവും ഒരു മധുര നാരങ്ങ പോലെ കഴിച്ചോളാനാണ് പറഞ്ഞത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ അങ്ങനെ ആയാൽ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവില്ല. സുഖം മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ സുഖിക്കുകയാണെന്ന് പോലും നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് ഈ സ്വർഗത്തിൽ എന്താ പറയുക, മദ്യപ്പുഴകളും അപ്സരസുകളും അതുപോലുള്ള സ്ത്രീകളും ഒക്കെ ഉള്ള സ്വർഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ സുഖം മാത്രമേ ഉള്ളൂ. സുഖം മാത്രം ഉള്ളിടത്ത് നമുക്കത് തിരിച്ചറിയാൻ പോലും പറ്റില്ല. സുഖം തിരിച്ചറിയപ്പെടണമെങ്കിൽ ത്യാഗം വേണം. ആദ്യം ത്യാഗം വേണം. ഇതാണ് രഹസ്യം. അപ്പോൾ രണ്ടാമത് നമ്മൾ ഗാർഹസ്ഥ്യത്തിലൂടെ കടന്നു പോകണം. ആദ്യം ത്യാഗം വന്ന് രണ്ടാമത് ഭോഗം വന്നാലുള്ളൊരു ഗുണമുണ്ട്. എന്താ അത്? പെട്ടെന്ന് നമ്മൾ നിറവേറപ്പെടും. നമ്മൾ പിന്നെ അതിനകത്ത് കിടന്നങ്ങോട്ട് പോവില്ല. ആ സുഖം മറ്റാരേക്കാളും ആ സുഖം അനുഭവിക്കാൻ പോണത് ഇയാളായിരിക്കും. അതായത് ചെറിയ പ്രായം മുതൽ ഭോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ആദ്യം ത്യാഗം പരിശീലിച്ചതിന് ശേഷം ഭോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ഒരേപോലെ ആയിരിക്കും അനുഭവിക്കുക? ഒരിക്കലുമല്ല. തുടക്കം മുതൽ ഭോഗം അനുഭവിക്കുന്ന ഒരാൾക്ക് അത് ഭോഗമാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. തുടക്കം ത്യാഗത്തിൽ തുടങ്ങിയ ഒരു വ്യക്തിക്ക് അതിതീവ്രമായി തീക്ഷ്ണമായി സുഖം അറിയാൻ പറ്റും. അവരെ അറിയൂ. തേന തെക്തേന ഭുഞ്ചീത എന്ന് നമ്മുടെ ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം ത്യജിക്കൂ, പിന്നീട് ഭുജിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ രഹസ്യം. ഭുജിക്കണമെങ്കിൽ ആദ്യം ത്യജിക്കണം, അല്ലാതെ പറ്റില്ല. അതാണ് അതിൻ്റെ സീക്വൻസ് എന്ന് നമ്മുടെ ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചു. പിന്നീട് വരുന്നത് വാനപ്രസ്ഥമാണ്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വനത്തെ അഭിമുഖീകരിക്കുക എന്നാണ് അർത്ഥം. ഓടിപ്പോയി കാട്ടിലേക്ക് പോകണം എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. ഏകാന്തതയെ സ്വയം വരിക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ മൗനം, ഏകാന്തത, ധ്യാനം, ഉപാസന തുടങ്ങിയവയിലേക്ക് കൂടുതൽ കേന്ദ്രീകൃതമാകണം. എന്താ കാര്യം? 50 വയസ്സ് കഴിഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞു? 18,200 ദിവസം കഴിഞ്ഞു. 50 ദിവസം കഴിഞ്ഞു, ഹാഫ് ക്രോസ് ചെയ്തു. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് മറുതീരമാണ്. നമ്മൾ ജനിച്ച തീരം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു തടാകത്തെ നമ്മൾ അല്ലെങ്കിൽ ഒരു നദി ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു വലിയ നദിയാണ്, ബ്രഹ്മപുത്ര പോലെ ഒരു വലിയ നദിയാണ്. നമ്മൾ ജനിച്ച തീരത്ത് നിന്ന് നമ്മൾ വഞ്ചി തുഴഞ്ഞു വരികയാണ്. 50 വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ് കാണുന്നത്? മുമ്പിലോട്ട് നോക്കിയാൽ പകുതിയിലേറെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരു 60%, 65% ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി വെറും 35% റിമൈനിങ്. അപ്പൊ നമ്മൾ ഇനി കാണുന്നത് മറുതീരമാണ് കാണേണ്ടത്. ഇപ്പോഴും നമ്മൾ ആദ്യത്തെ തീരം കണ്ടുകൊണ്ടിരുന്നുണ്ടല്ലോ, വാവ കളിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. നമ്മൾ ഇനി കാണേണ്ടത് മറുതീരമാണ്. മറുതീരം അടുക്കാൻ പോകുന്നു. അതിൻ്റെ പേരാണ് വാനപ്രസ്ഥം. ആ തിരിച്ചറിവ് കൊണ്ടുവരുന്ന ഒരു മൗനമുണ്ട്. ആ തിരിച്ചറിവ് കൊണ്ടുവരുന്ന ഒരു ഗൗരവ ഭാവമുണ്ട്. അതിൻ്റെ പേരാണ് വാനപ്രസ്ഥം. പിന്നെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടാൽ കുലുങ്ങില്ല. നമുക്ക് മനസ്സിലായി ഇത് കളി അവസാനിക്കാൻ പോവുകയാണ്, ലാസ്റ്റ് ഫേസിലേക്ക് കടക്കുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു ഫുട്ബോൾ ഗെയിം പോലെ അല്ലേ, അതിൻ്റെ അവസാനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. വാനപ്രസ്ഥം, നമ്മൾ മൗനത്തിലേക്ക് പോകും. ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം അങ്ങോട്ട് ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ
ചെറുപ്പക്കാരുടെ വഴിക്ക് വിടുക. അവർക്കറിയാം. ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം. അനാവശ്യമായ ഉപദേശങ്ങളും കൊണ്ട് ചെല്ലരുത്, അനാവശ്യമായ പഠിപ്പിക്കലുകളും കൊണ്ട് ചെല്ലരുത്. നമ്മൾ വളർന്നു വന്ന കാലമല്ല അവർ അവർ ജീവിക്കുന്ന കാലം. ആ കാലത്തിന്റെ വ്യത്യാസം അവിടെയുണ്ട്. അതുകൊണ്ട് വാനപ്രസ്ഥം, മൗനത്തിലേക്ക് പോവുക. ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അതും കഴിഞ്ഞാൽ പിന്നെ സന്യാസമൊക്കെ സാധിക്കണമെങ്കിൽ ഈശ്വരൻ ഇങ്ങനെ 2 കൈ കൊണ്ടും വാരിയെടുക്കണം. എന്നാൽ മാത്രമേ സന്യാസം സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര ഇച്ഛിച്ചാലും നടക്കാത്ത കാര്യമാണ് സന്യാസം. അത്രയും മനോഹരമായ മനുഷ്യത്വത്തിൻ്റെ പരമകാഷ്ഠയാണത് സന്യാസം എന്ന് പറയുന്നത്. സമ്യക്കായി ന്യസിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ന്യസിക്കാൻ എളുപ്പമാണ്. സമ്യക്കായിട്ട്, ശരിയായിട്ട്, കൃത്യമായിട്ട് ന്യസിക്കുക എന്ന് പറയുന്നത് ഈശ്വരൻ ഇങ്ങനെ വാരിയെടുക്കണം. വിവേകാനന്ദ സ്വാമിയൊക്കെ എടുത്ത പോലെ. ഇതാണ് സമ്പൂർണമായൊരു ജീവിതം. കാലഹ ക്രീഡതി ഗച്ഛതി ആയു എന്നുള്ളത് ഇവിടെ ഒരു വിഷയമല്ല. നമുക്ക് കാലം കടന്നു പോയിക്കോട്ടെ, ആയുസ് തീർന്നോട്ടെ, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, ഞാൻ കൃതാർത്ഥനാണ്. കൃതാർത്ഥതയാണ് നമുക്ക് വേണ്ടത്. സമയത്തെ ഞാൻ എന്ത് ചെയ്തില്ല? അനാദരിച്ചിട്ടില്ല. സമയത്തെ ഞാൻ ആദരിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമുക്ക് ഇവിടുന്ന് പോകാം. കൃതാർത്ഥതയോടുകൂടി നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഇതാണ് ഒരു ശ്ലോകത്തിന്റെ ഒരു ഭാഗം. അവിടെയും തീരുന്നില്ല ശ്ലോകം. ശ്ലോകം എന്താണ് പറയുന്നത്? കാലഹ ക്രീഡതി ഗച്ഛതി ആയുഹു തദപിന മുഞ്ചതി ആശാവായു. ആഗ്രഹങ്ങൾ നമ്മളെ വിട്ടു പോകുന്നില്ല. ഇത് വളരെ പ്രധാനമാണ്. ആഗ്രഹങ്ങൾ നമ്മളെ വിട്ടു പോകുന്നില്ല. എന്തു ചെയ്യും? മനുഷ്യന്റെ എക്കാലത്തെയും പ്രശ്നം ആയുസ് അല്പമാണ്, ആഗ്രഹങ്ങൾ അനൽപമാണ്. എന്തു ചെയ്യും ഞാൻ? ആഗ്രഹങ്ങളെ പൂർണ്ണമായും ത്യജിക്കുക. എന്താണ്? ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. ഇനി ഒരു ആഗ്രഹവും ഇല്ല. ഞാനൊക്കെ ഇങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഈ ബുദ്ധിസത്തെ പരിചയപ്പെടുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കറിയാലോ, ഒട്ടും ജീവിത പരിചയമില്ല. ഇപ്പം 8ാം ക്ലാസ്സിൽ സാറ് പറയാണ് ആശയാണ് നിരാശയ്ക്ക് കാരണം. ആഹാ, കേൾക്കാൻ നല്ല പ്രാസമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിരാശ വരരുത്. എന്നിട്ട് സാറ് അത് വിശദീകരിച്ച് തരും. ചരിത്രം പഠിപ്പിക്കുന്ന സാറ് ആണ് ബുദ്ധിസം വിശദീകരിച്ച് തരുന്നത്. സാറ് വിശദീകരിക്കും എന്താണ്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശകളില്ലെങ്കിൽ പിന്നെ നിരാശകളും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഒരാശയും ഇല്ലാന്ന് നമ്മൾ അങ്ങ് സങ്കല്പിക്കും. ഇനി നിരാശയില്ലല്ലോ. പക്ഷേ എന്താണ്? വലിയ ഒരു നദി ഒഴുകി വരുന്നു, അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഈ കൊച്ചി ചിതൽപുറ്റ് കൊണ്ടൊരു അണ കെട്ടുന്നു. അങ്ങനെ ഇരിക്കും. ആശ എന്ന് പറയുന്ന വലിയൊരു നദിയെ തടയാൻ വേണ്ടി ചിതൽപുറ്റ് കൊണ്ടൊരു ഡാം നിർമ്മിച്ചാൽ, അണ കെട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ആശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വരണം. ആശയില്ലാതെ എന്ത് ജീവിതം? ആഗ്രഹമില്ലാതെ എന്ത് ജീവിതം? അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലാണ്ട് ആഗ്രഹം ഇല്ലാത്തിടത്ത് നമ്മളൊക്കെ ബുദ്ധന്മാര് തന്നെ, സംശയമില്ല. ആഗ്രഹത്തോടു കൂടി നമുക്ക് എങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റും? ആഗ്രഹത്തെ നമ്മൾ നിയന്ത്രിക്കണം, ആഗ്രഹം നമ്മളെ നിയന്ത്രിക്കരുത്. ഇതാണ് ഗെയിം. റിയൽ ഗെയിം എന്ന് പറയുന്നത് അതാണ്. അതിനെങ്ങനെ സാധിക്കും എന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആയുസ് ചെറുതാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ പരിണാമത്തിന്റെ ഭാഗമായി കിട്ടിയ ഒരു പ്രത്യേകതയാണത്. എന്താണത്? നമുക്ക് എന്ത് കിട്ടിയാലും അല്പകാലം കഴിയുമ്പോൾ അതിലെ സന്തോഷം, നമുക്ക് എന്ത് കിട്ടിയാലും ഒരു സന്തോഷത്തിന്റെ ഒരു ഉയർച്ച ഉണ്ടാകും. ഒരു തിരമാല പോലെ അത് സന്തോഷം ഉയർന്നു പൊങ്ങും. കുറച്ച് കഴിയുമ്പോൾ ആ തിരമാല അതേപോലെ താഴേക്ക് വരും. സന്തോഷ തിരമാല അവിടെ അവസാനിച്ചു. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഈ സന്തോഷത്തെ എനിക്ക് ആവർത്തിക്കണം. ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ ബേസ് ലൈനിലേക്ക് പോയി. ഇത് മനസ്സിന്റെ പ്രവർത്തനം ഇങ്ങനെയാണേ. മനസ്സിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. സന്തോഷം ഒരു തിരമാല പോലെ ഉയരുന്നു. ആഹാ മൊമെന്റ്സ് ആണത്. അങ്ങനെ ഉയർന്ന തിരമാല താഴേക്ക് വരുന്നു. അത് വളരെ ദുഃഖകരം, അല്ലെങ്കിൽ ആ സുഖം നഷ്ടപ്പെടുകയാണ്. പഴയ പോലെ ഒന്നും എനിക്ക് സന്തോഷം തരുന്നില്ല. നമ്മൾ വീണ്ടും ബേസ് ലൈനിലെത്തി. ബേസ് ലൈനിൽ
ജീവിതം വളരെ വിരസം, നിറം കെട്ട ജീവിതം. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹം സാധിച്ചപ്പോൾ സന്തോഷം ഉണ്ടായി. അത് പെട്ടെന്ന് തീരുകയും ചെയ്തു. ഇനി എന്ത് വേണം? പുതിയ ആഗ്രഹങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ അബോധ മനസ്സ് പ്രവർത്തിക്കും. പുതിയ ആഗ്രഹങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കൂ. ആദ്യത്തിനേക്കാൾ തീവ്രമായിട്ട് പുതിയൊരു ആഗ്രഹം കൊണ്ടുവരണം. ആദ്യം ഞാൻ 2 വീലറാണ് വാങ്ങിയെങ്കിൽ ഇനി ഞാൻ 4 വീലർ വാങ്ങിയാൽ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും, എസ്കലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീണ്ടും തിരമാല ഉയരും, വീണ്ടും താഴേക്ക് വരും. കാര്യം ഈ താഴെ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കുള്ള മനസ്സിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല. അത് പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ ഉണ്ടായതാണ്. മാത്രമല്ല, വാസനകളിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നുമാണ് കാമം ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടു. അവിദ്യ കാമ കർമ്മം എന്ന് നമ്മൾ കണ്ടു. കാമം ഉണ്ടാകുന്നത്, ആഗ്രഹം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അജ്ഞാനത്തിൽ നിന്നാണ്. അജ്ഞാനത്തിൽ നിന്നുള്ള ഈ കാമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ പുറകെ കർമ്മം ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും, ആയുസ് കടന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ മനുഷ്യന് മറ്റു ജീവികളെക്കാൾ ഇമാജിനേഷൻ ഉണ്ട്. അവന് ഭക്ഷണം കിട്ടി, ഇണചേരാൻ സാധിച്ചു, എല്ലാം കഴിഞ്ഞിട്ടില്ല. അവന് അധികാരം വേണം, അംഗീകാരം വേണം, 100 കാര്യങ്ങൾ വേണം. അതിനുവേണ്ടി അവൻ്റെ ഭാവനയുമായി അവൻ ഈ ലോകത്ത് വിഹരിക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ജീവിയാണ് കേട്ടോ മനുഷ്യൻ, നമ്മളൊക്കെ. അവൻ്റെ ഭാവന എത്ര മനോഹരമാണ്! ആ ഭാവനയിലൂടെ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളുമായി അയാൾ യാത്ര ചെയ്യുകയാണ്. ഊണ് കഴിച്ചാലോ അല്ലെങ്കിൽ ഇര തേടിയാലോ ഇണ ചേർന്നാലോ തീരാത്ത ആഗ്രഹങ്ങളുമായി അയാൾ യാത്ര ചെയ്യുകയാണ്. മനുഷ്യന്റെ യാത്ര അതിമനോഹരമാണ്. അതാണ് ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ ആണ് ദുഃഖത്തിന് കാരണം, സമ്മതിച്ചു. പക്ഷെ ഈ ആഗ്രഹങ്ങളാണ് അവൻ്റെ ഈ ജീവിതത്തെ ഇത്ര മനോഹരമാക്കിയത്. അവൻ്റെ എല്ലാ ദുഃഖങ്ങളും അതിൽ നിന്ന് തന്നെ വന്നു. ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ശരി, അപ്പൊ ഇതാണ് നമ്മളുടെ പ്രശ്നം. നമുക്ക് ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും, ജീവനുള്ള കാലത്തോളം ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്? ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷേ എന്തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ക്രമം അവിടെ ഉണ്ടാക്കണം. ആഗ്രഹങ്ങൾ അനവധി വന്നുകൊണ്ടിരിക്കും, പക്ഷെ ഏതൊക്കെയാണ് ഞാൻ കർമ്മമാക്കി മാറ്റേണ്ടത് എന്നുള്ളതിനൊരു ക്രമം നമുക്ക് ആവശ്യമാണ്. എങ്ങനെ? അതിനൊരു അടുക്ക് ഉണ്ടാക്കി വെക്കണം. ആദ്യം ഇത്, രണ്ടാമത് ഇത്, മൂന്നാമത് ഇത് എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മുടെ കയ്യിൽ വേണം. നേരത്തെ നമ്മൾ ആയുസ്സിനെ അടുക്കി വെച്ചതുപോലെ, ആയുസ്സിനെ ക്രമീകരിച്ച് വർഗീകരിച്ച് വെച്ചതുപോലെ ആഗ്രഹങ്ങളെയും നമ്മൾ ചിട്ടപ്പെടുത്തണം. ആദ്യം ചെയ്യേണ്ടത് അതാ, ചിട്ടപ്പെടുത്തുക. അല്ല, ആഗ്രഹങ്ങൾ ചുമ്മാ മനസ്സിലേക്ക് വരികയല്ല വേണ്ടത്, അതിൻ്റെ പിന്നാലെ പായുകയല്ല വേണ്ടത്. നമ്മൾ എക്സോസ്റ്റഡ് ആയിപ്പോ. നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണത്തെ, 1 at a time, ഒരു ഇരയെ വേട്ടയാടുക. ഒരിക്കലും ഒരു കൂട്ടത്തിലേക്കായിരിക്കും സിംഹം പാഞ്ഞു പോകുന്നത്, പക്ഷെ അത് ആ കൂട്ടത്തെ അല്ല ആക്രമിക്കുന്നത്. ആ കൂട്ടത്തിൽ നിന്ന് അതിനെ ഒരെണ്ണത്തിനെ അത് സ്കെച്ച് ചെയ്തിട്ടുണ്ട്, അതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ മാത്രമേ അത് വേട്ടയാടൂ. പെട്ടെന്ന് അതിന് ഫോക്കസ് മാറ്റാനും പറ്റില്ല. അങ്ങനെ മാറ്റരുത്. പ്രകൃതിയിൽ ഫോക്കസ്, ഏകാഗ്രതയ്ക്ക് വളരെ വലിയ അർത്ഥമുണ്ട്. അത് നമ്മളെക്കാളും അവർക്കറിയാം. കാട്ടിലെ നിയമമാണ് ഏകാഗ്രത. ഏകാഗ്രത കൂടിയ ആള് ജയിച്ചു, ഏകാഗ്രത കുറഞ്ഞ ആള് മരിച്ചു. അതാണ് കാട്ടിലെ നിയമം. സിംഹത്തിന് ഏകാഗ്രത കുറഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കും. മാനിന് ഏകാഗ്രത കുറഞ്ഞാൽ സിംഹത്തിന്റെ വായിൽ കിടന്ന് മരിക്കും. ഏകാഗ്രത. അതുപോലെ മനുഷ്യനിലും ഏകാഗ്രത വേണം. നമ്മൾ 1000 ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്, സമ്മതിച്ചു. അതിൽ നിന്ന് അതിനെ വർഗീകരിച്ച് ക്രമീകരിച്ച് അതിലെ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം, സ്കെച്ച് ചെയ്യണം. അതിനെ അന്തസ്സായിട്ട് ഫോളോ ചെയ്യണം. കർമ്മം ചെയ്ത്, സ്വപ്രയത്നം ചെയ്ത്, ഇച്ഛാശക്തി, ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉപയോഗിച്ച് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കണം. അതാണ് അന്തസ്. ആഗ്രഹമായിട്ടിരിക്കുന്നത് അന്തസ്സല്ല. ഡൈ വിത്ത് മെമ്മറീസ്, നോട്ട് വിത്ത് ഡ്രീംസ്. മരിക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടല്ല മരിക്കേണ്ടത്. ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടല്ല, ചെയ്ത കാര്യങ്ങളുടെ ഓർമ്മയിലാണ് മരിക്കേണ്ടത്. ഡൈ വിത്ത് മെമ്മറീസ്. അങ്ങനെ മെമ്മറികൾ വേണമെങ്കിൽ കർമ്മം ചെയ്യണം, അനുഭവങ്ങൾ വേണം. കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം. 100 കണക്കിന് വരുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് ശരിയായ ആഗ്രഹത്തെ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ പിന്തുടരണം. അപ്പോഴാണ് നമ്മൾ അന്തസ്സോടുകൂടി ജീവിക്കുന്നതും അന്തസ്സോടുകൂടി മരിക്കുന്നതും. അതാണ് തദപിന മുഞ്ചത്യാശാവായു എന്ന് പറഞ്ഞത്.
ഇപ്പൊ നമ്മൾ അതിനെ ക്രമീകരിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രമീകരിക്കുക? അതും കൂടെ വേണമല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിക്കുന്നത്? ആഗ്രഹങ്ങൾ മെയിനായിട്ട് എന്താണ്? അർത്ഥവും കാമവുമാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിക്കേണ്ടത്? ധർമ്മവും മോക്ഷവും. പുരുഷാർത്ഥങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിൽ തീരും എല്ലാ ആഗ്രഹങ്ങളും. അപ്പൊ ഇതിനെ ധാർമ്മികമായും മോക്ഷത്തിന് ഉപകരിക്കുന്ന രീതിയിലും ഇതിനെ ക്രമീകരിക്കണം. നമുക്ക് 3 കാര്യങ്ങളാണ് ഭൂമിയിൽ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഈ 3-നുള്ളിൽ നിൽക്കണം. നമ്മുടെ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും ഇതിലേക്ക് കൊണ്ടുവരണം. അവിടെയാണ് മിടുക്ക്. എന്താണ് ഒന്നാമത്തെ, നമ്മുടെ ജനിച്ചതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം? ആധ്യാത്മികമായി പരിണമിക്കുക, പുരോഗമിക്കുക. നോ മാറ്റർ വേർ യു സ്റ്റാൻഡ്. എവിടെയാണെന്നുള്ളതൊരു വിഷയമല്ല. നിങ്ങൾ ചിലപ്പോൾ 1-ാമത്തെ പടിയിലായിരിക്കും, ഞാൻ ചിലപ്പോൾ 9-ാമത്തെ പടിയിലായിരിക്കും, നേരെ തിരിച്ചുമാവാം. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്? 1-ൽ നിൽക്കുന്നവൻ 2-ലേക്ക് ചലിക്കുക, 9-ൽ നിൽക്കുന്നവൻ 10-ലേക്ക് ചലിക്കുക. അതാണ് പ്രകൃതിയുടെ നിയമം. ആധ്യാത്മികമായി പുരോഗമിക്കുക എന്നുള്ളതാണ് കണ്ണും പൂട്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഏത് അപകടം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അത് തരുന്ന ആദ്യത്തെ പാഠം ആത്മീയമായി പരിണമിക്കൂ, പരിണമിക്കൂ, പരിണമിക്കൂ. ബി ദ ബെറ്റർ വെർഷൻ ഓഫ് യു. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠം. നമ്മൾ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പാട്? ജനിക്കാതിരുന്നാൽ പോരായിരുന്നു. ഇവിടെ വന്നിരിക്കുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. ആത്മീയമായി പരിണമിക്കൂ. അത് സ്വർഗത്തിൽ വെച്ച് സാധിക്കില്ല. ദേവന്മാർ നമ്മളെ നോക്കി അസൂയപ്പെടുന്നു എന്നാണ് പറയുന്നത് കവിതകൾ. പൗരാണിക കവിതകൾ പറയുന്നത് ദേവന്മാർ നമ്മളെ നോക്കി അസൂയപ്പെടുന്നു. എന്താ കാര്യം? നമുക്ക് ആത്മീയമായി പരിണമിക്കാം, അവർക്കത് സാധിക്കുകയില്ല. അവരെ പഠിപ്പിക്കുന്നത് ബൃഹസ്പതിയാണ്, അവരെ പഠിപ്പിക്കുന്നത് ബ്രഹ്മാവാണ്. എന്നിട്ടും കാര്യമൊന്നുമില്ല. പരിണമിക്കണമെങ്കിൽ ഭൂമിയിൽ വരണം. പരിണാമം ഇവിടെയാണുള്ളത്. നമ്മൾ കേട്ടിട്ടില്ലേ, കൈലാസത്തിൽ പോയാൽ പെട്ടെന്ന് നമ്മൾ വയസ്സായി പോകും. കൈലാസത്തിൽ എന്തോ ചില തരംഗങ്ങളുണ്ട്. കൈലാസം കയറിയവരൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. എന്താ കാര്യം? അവരുടെ എന്താ പറയുക, അവർ പെട്ടെന്ന് വയസ്സായി. അവിടെ ഒരു പ്രത്യേകതരം കാന്തിക മണ്ഡലമാണ് അത്രയത്. അതുപോലെ ഭൂമി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വയസ്സാകുന്ന സ്ഥലമാണ്. ജനിച്ചു വീണ കുട്ടി 25,000 ദിവസം കഴിയുമ്പോൾ വയസ്സായി. അപ്പൊ അത്രയും പെട്ടെന്ന് വയസ്സാകുന്ന സ്ഥലത്ത് പെട്ടെന്ന് നമുക്ക് പരിണമിക്കാൻ പറ്റും. സ്വർഗത്തിലൊക്കെ ഇങ്ങനെ കാലാകാലം താമസിക്കാം. കലാകാലം അവിടെ ഇരുന്നാലും ഒരു മാറ്റം ഉണ്ടാവില്ല. പെട്ടെന്ന് മാറണമെങ്കിൽ ഭൂമിയിൽ വരണം. അതിനാണ് നമ്മളിവിടെ ജന്മം എടുക്കുന്നതിൻ്റെ ആദ്യത്തെ കാര്യം. ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമാണ്. രണ്ടാമത് നമ്മൾ എന്തിനാണ് വരുന്നത്? രണ്ടാമത് ഈ ഭൂമിയിൽ ജീവൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണത്? നിസ്വാർത്ഥത. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വാർത്ഥതയിലാണ്, ബയോസെൻട്രിക് ആണ്, ജൈവ കേന്ദ്രീകൃതമാണ്. അതിനെ നിസ്വാർത്ഥമായ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഭൂമിയിൽ വരുന്ന രണ്ടാമത്തെ ഉദ്ദേശം. ആദ്യം ആത്മീയമായി പരിണമിക്കാൻ എന്ന് പറഞ്ഞു. അതിന് നമ്മൾ പരിചയിച്ചിരിക്കുന്ന പേരെന്താണ്? മോക്ഷം, പരമാർത്ഥം, പരമമായ ധർമ്മം. രണ്ടാമത് നിസ്വാർത്ഥത പരിശീലിക്കാൻ, നിസ്വാർത്ഥമായി തൻ്റെ കൂടെയുള്ളവരെ സഹായിക്കാൻ. ഇതിന് പറയുന്ന പേരെന്താണ്? ധർമ്മം. ഇന്ത്യാസ് വേർഡ് ടു ദ വേൾഡ്. ലോകത്തിന് ഭാരതം സംഭാവന ചെയ്ത വാക്ക് എന്ത്? ധർമ്മം. നിസ്വാർത്ഥത. മറ്റൊരുവന് അഹിതമായത്, അല്ലെങ്കിൽ എനിക്ക് അഹിതമായത് മറ്റൊരുത്തിനോടും ഞാൻ ചെയ്യരുത് എന്നുള്ള ഉറച്ച ബോധ്യം. എന്ന് മാത്രമല്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അവരന് സുഖത്തിനായി വരണം എന്നുള്ള ആഭിമുഖ്യം, മാനസികാവസ്ഥ. ഇതിൻ്റെ പേരാണ് ധർമ്മം. മറ്റൊരുവന്റെ സുഖം കാക്ഷിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധർമ്മം. നമ്മൾ വന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം അതാണ്. ആദ്യത്തെ ഉദ്ദേശം മോക്ഷമാണെങ്കിൽ രണ്ടാമത്തെ ഉദ്ദേശം ധർമ്മമാണ്. കഴിഞ്ഞില്ല, മൂന്നാമതൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതും കൂടെ ആയെങ്കിലേ കംപ്ലീറ്റ്, പരിപൂർണമാകുള്ളൂ. എന്താണത്? സ്വധർമ്മം. സ്വധർമ്മം ചെയ്യുക. നിങ്ങളെ ഇവിടേക്ക് ഈശ്വരൻ പറഞ്ഞയച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങൾ നൽകിയിട്ടാണ്. അനുഗ്രഹിക്കപ്പെട്ട ആത്മാക്കളാണ് മനുഷ്യനായി ഭൂമിയിൽ വരുന്നത്. ദൗത്യങ്ങളും അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൗത്യങ്ങളും നിയോഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് കണ്ടെത്തി നമ്മൾ ഇരിക്കേണ്ടിടത്ത് പോയി ഇരുന്ന് ചെയ്യേണ്ടത് ചെയ്യുക.
ഇതാണ് ദൗത്യം, നിയോഗം, അനുഗ്രഹം, സ്വധർമ്മം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ 3 പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ആധ്യാത്മികമായി പുരോഗമിക്കുക, നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുക, തൻ്റെ മാത്രമായ കഴിവുകൾ, സ്വധർമ്മം ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുക, മറ്റുള്ള മനുഷ്യരെ സേവിക്കുക. നിങ്ങൾക്ക് എന്ത് കഴിവാണോ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് സമൂഹത്തെ സേവിക്കുക, അങ്ങോട്ട് കൊടുത്തേക്കുക. ദാനമായി കിട്ടിയത് ദാനമായി കൊടുത്തേക്കുക. സ്വധർമ്മം എന്ന് പറയുന്നത് അതാണ്. നമുക്ക് പ്രപഞ്ചം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. കാര്യം പ്രപഞ്ചമാണത് ചെയ്യുന്നത്, നമ്മളൊരു ചാനലാക്കി വെച്ചിരിക്കുകയാണ്. ഭഗവാൻ അർജുനനോട് പറഞ്ഞത്, നീ ഒരു വലിയ വില്ലാളി വീരനാണെന്ന് വിചാരിക്കല്ലേ. നിന്നിലൂടെ പ്രപഞ്ചമാണ് അമ്പെയ്യുന്നത്, നിന്നിലൂടെ പ്രപഞ്ചമാണ് ധനുർവേദം പ്രകാശിപ്പിക്കുന്നത്. ആ പ്രപഞ്ചത്തിന്റെ ഇച്ഛ അവിടെ ഇല്ലെങ്കിൽ നീ വെറും പിണ്ടമാണ്, മാംസപിണ്ഡം മാത്രം. പ്രപഞ്ചമാണ് നിന്നിലേക്ക് പ്രാണനായിരിക്കുന്നത്, ജീവനായിരിക്കുന്നത്. നിന്റെ ഉന്നം, നിന്റെ ലക്ഷ്യം, നിന്റെ വേഗം, നിന്റെ കരുത്ത് എല്ലാം പ്രപഞ്ചമാണ്. നീ വെറും നിമിത്ത മാത്രം, ഭവ സവ്യസാചി എന്ന് പറയും. അതുപോലെ നമ്മൾ നമ്മുടെ കഴിവുകളെ കൊണ്ട് അങ്ങോട്ട് പ്രകാശിപ്പിച്ചേക്കുക, പിടിച്ചു വെക്കാതിരിക്കുക, അങ്ങോട്ട് കൊടുത്തേക്കുക, സ്വയം പ്രകാശിച്ചേക്കുക, ഇങ്ങനെ വിടർന്ന് നിൽക്കുക. അപ്പോൾ അതിലൂടെ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ഒഴുകും. ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ് നമ്മൾ. ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങളാണുള്ളത്. ഇത് 3 നമ്മളുടെ അടിസ്ഥാന ദൗത്യങ്ങൾ. ഇതിനകത്ത് നിൽക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ. ഈ 3 ബ്രോഡ് സ്പെക്ട്രത്തിനുള്ളിൽ വേണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കേണ്ടത്. ഇപ്പോഴത്തെ ആധുനിക മോഡേൺ സയൻസും പറയണത് അതാണ്. മോഡേൺ മാനേജ്മെന്റ് പറയണത് എന്താണ്? കപ്പിൾ യുവർ ഡിസയർ വിത്ത് യുവർ പർപ്പസ് എന്ന് പറയും. എന്താ പറയുന്നത്? നിങ്ങളുടെ ഇച്ഛയെ നിങ്ങളുടെ ദൗത്യവുമായി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശവുമായി കപ്പിൾ ചെയ്യുക, അതിനെ ഘടിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ആശയ്ക്ക് കടിഞ്ഞാണിടേണ്ടത്, ആഗ്രഹത്തിന് കടിഞ്ഞാണിടേണ്ടത്. എങ്ങനെയാണ്? ചുമ്മാ ഇരുന്നാൽ ആഗ്രഹത്തിന് കടിഞ്ഞാൺ വീഴുമോ? ഒരിക്കലുമില്ല. ചുമ്മാ ഇരുന്നാൽ 10,000 ചിന്തകളായി, ആഗ്രഹ ചിന്തകളായി അത് ആവർത്തിച്ച് വന്ന് നമ്മളെ എരിച്ചു കളയും. കാമത്തിന് മറ്റൊരു പേരുണ്ട്, അഗ്നി എന്നൊരു പേരുണ്ട്, കാമാഗ്നി. നിയന്ത്രിക്കപ്പെടാത്ത, വർഗീകരിക്കപ്പെടാത്ത, നമ്മളുടെ ജീവിത ഉദ്ദേശവുമായി ചേർത്ത് വെക്കപ്പെടാത്ത കാമം, ആഗ്രഹം അഗ്നിയായി അത് നമ്മളെ തന്നെ എരിച്ചു കളയും. അങ്ങനെ എരിയാതിരിക്കണമെങ്കിൽ അതിനെ ചാനലൈസ് ചെയ്യണം, അതിനെ വെക്കേണ്ടിടത്ത് വെക്കണം, പ്രതിഷ്ഠിക്കേണ്ടിടത്ത് പ്രതിഷ്ഠിക്കണം. അതിനെ നമ്മുടെ ജന്മോദ്ദേശവുമായിട്ട്, നമ്മുടെ ആധ്യാത്മിക പരിണാമത്തിനായി, മറ്റുള്ളവരുടെ ശ്രേയസ്സിനായിക്കൊണ്ട്, മറ്റുള്ളവരുടെ സുഖത്തിനായിക്കൊണ്ട് അതിനെ ഉപയോഗിക്കുക. വളരെ വ്യക്തമാണ്, ഒരു സംശയത്തിനും ഇടയില്ല. എങ്ങനെ ജീവിക്കണം ഇനി ആരോടും ചോദിക്കേണ്ടതില്ല. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ആധ്യാത്മികത, ശുദ്ധമായ ആത്മീയത മനുഷ്യരിൽ എത്തണം. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കറങ്ങി, അവിടെ പോയി ദീക്ഷ എടുത്ത്, ഇവിടെ പോയി ദീക്ഷ എടുത്ത്, ഇങ്ങനെ വട്ടം കറങ്ങുന്നത് കണ്ടിട്ടാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അതിന് നമുക്ക് ഒരു മാർഗമുണ്ട്, അതിനൊരു രീതിയുണ്ട്. അത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊരു രഹസ്യമല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും കേൾക്കണം. ജീവിതത്തിന്റെ ഏത് തലത്തിൽ നിൽക്കുന്ന മനുഷ്യനും ഇത് കേൾക്കണം. ഇത് രഹസ്യമല്ല, ഇതിൽ കൺകെട്ടൊന്നുമില്ല. ഇത് മന്ത്രമോ തന്ത്രമോ കൂടോത്രമോ ആഭിചാരമോ ഒന്നുമല്ല. ഇതൊന്നും ആത്മീയതയല്ല. ആത്മീയത എന്ന പേരിൽ ഇപ്പൊ കാണുന്നത് കണ്ട് മനസ്സ് മടുത്തിട്ട് പറയാണ്. ഇതാണ് ആത്മീയത. നമുക്ക് ചെയ്യാനുള്ളതുണ്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ആയുസ് കടന്നു പോകുന്നു. ആഗ്രഹങ്ങളെ വർഗീകരിക്കൂ, ആയുസ്സിനെ ക്രമീകരിക്കൂ. അതൊക്കെ ആചാര്യന്മാർ ചെയ്തു വെച്ചിട്ടില്ലേ? നമുക്കൊരു നല്ല സംസ്കാരത്തെ തന്നിട്ടില്ലേ? ഒരു ധർമ്മത്തെ തന്നിട്ടില്ലേ? സനാതന ധർമ്മം എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ? എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് വെച്ചിട്ട് ദുഃഖിക്കുന്നു, കലഹിക്കുന്നു, അല്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കണമെങ്കിലും അത് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ദുഃഖം അവസാനിക്കാൻ. ഭഗവാൻ ആദിശങ്കരൻ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത്. അതിൽ ഈ ഗ്രന്ഥമാണ് അങ്ങേയറ്റം സാധാരണ മനുഷ്യർക്ക് ഉപകരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി തലമുണ്ടനം ചെയ്ത് നമ്മൾ അവിടെ പോയി ഇരുന്ന് പഠിക്കേണ്ട, ബ്രഹ്മചര്യം ദീക്ഷിച്ചുകൊണ്ട് പഠിക്കേണ്ട ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. പക്ഷെ ഇത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. നമ്മളെ കരുത്തരാക്കുന്ന ഗ്രന്ഥമാണിത്.
ഇങ്ങനെ അനേക ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്. ആധ്യാത്മികത ഒരു രഹസ്യമല്ല, അത് ദിവ്യമായ ഒരു എല്ലാവരും അറിയേണ്ടതാണ്. നിങ്ങൾ വിളക്ക് കത്തിച്ച് കുടത്തിനുള്ളിൽ വെക്കരുതെന്ന് പറയും. വേദവചനമാണത്, ദൈവവചനമാണത്. വിളക്ക് കത്തിച്ച് കുടത്തിനുള്ളിലല്ല വെക്കേണ്ടത്, വിളക്ക് കത്തിച്ച് പുരപ്പുറത്ത് വെക്കുക. എല്ലാവർക്കും അത് കാണാൻ സാധിക്കട്ടെ. ഭഗവത്ഗീത, ഉപനിഷത്ത്, അനേകം പ്രകരണ ഗ്രന്ഥങ്ങൾ ഇതെല്ലാവർക്കും കാണാൻ വേണ്ടി കത്തിച്ചു വച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിച്ച് കുഴികളിൽ നിന്ന് കുഴികളിലേക്ക് പോകരുത്. അന്ധരെ നയിക്കുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ പോകരുത്. സത്യം ഇതാണ്. അതിനുള്ള ഞാൻ എൻ്റെ സാധനയിലൂടെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. എന്ത് പ്രശ്നം വന്നാലും നേരിടാം, എന്ത് പ്രശ്നം വന്നാലും നേരിടാം. ഇതാണ് അതിനുള്ള ധൈര്യം, ഇതാണ് അതിനുള്ള മാർഗം, ഇതാണ് കരുത്തിന്റെ പ്രത്യയ ശാസ്ത്രം. ഇനി എന്ത് മരണം തന്നെ വരട്ടെ, നമ്മൾ തളരില്ല, നമ്മൾ തകരില്ല. അന്തസ്സായിട്ട് അതിനെയും സ്വീകരിക്കും. പക്ഷെ ഈ അറിവ് വേണം, ഈ ജ്ഞാനം വേണം, ഈ കൃതജ്ഞത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പം ആഗ്രഹങ്ങൾ തീരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഗ്രഹങ്ങളെ നമ്മുടെ ജന്മവാസനകളുമായി ചേർത്ത് വെക്കുക. പിന്നെയോ കൃതജ്ഞത പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളെപ്പോഴും ആഗ്രഹത്തിൻ്റെ ഒരു മോഡിലിരിക്കരുത്. പിന്നെയോ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയതിനും കൂടെ ഒരു നന്ദി പ്രകാശിപ്പിക്കണം. കിട്ടാത്തതിനെ കുറിച്ചുള്ള ചിന്തയാണ് ആഗ്രഹങ്ങൾ, കിട്ടിയതിനെ കുറിച്ചുള്ള നിറവാണ് കൃതജ്ഞത. അപ്പൊ എപ്പോഴും ഇങ്ങനെ വേണം വേണമെന്ന് ആഗ്രഹിക്കാതെ കിട്ടിയത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദി എന്നും കൂടെ നമ്മൾ പറയാൻ ശീലിക്കണം. പിന്നെ അടിസ്ഥാനപരമായ ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് ഇതൊന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വധർമ്മവുമായിട്ട് അതിനെ ഇളക്കി ചേർക്കാൻ പറ്റുന്നില്ല, ആധ്യാത്മിക പരിണാമവുമായിട്ട് വിളക്കി ചേർക്കാൻ പറ്റുന്നില്ല, കൃതജ്ഞത പറയാനും പറ്റുന്നില്ല. പറ്റണേ, പക്ഷെ പറ്റുന്നില്ല. പിന്നെയോ ലാസ്റ്റ് കാര്യമുണ്ട്. എന്താണ്? ആഗ്രഹിക്കാതിരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റില്ല, പിന്നെ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് കർമ്മം ചെയ്യാനുള്ള ആഗ്രഹമില്ല, നമുക്കൊരു ഊർജവും ഇല്ല, നമുക്കൊരു ഉഷാറും ഇല്ല. നമ്മളിങ്ങനെ വാടിയ ഒരു താമരത്തണ്ട് പോലെ നമ്മളിങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യണം, ആഗ്രഹിക്കാതിരിക്കുക. സുഖമാണ്, ഒരു പ്രശ്നമില്ല. അക്സെപ്റ്റ് ചെയ്തേക്കുക, ഞാൻ പരാജയം, ഞാൻ ലൂസറാണ്, തീർന്നു. എനിക്കൊരു ആഗ്രഹങ്ങളെ നിവർത്തിക്കാനുള്ള ക്രിയാശക്തി, ഇച്ഛാശക്തി ഒന്നുമില്ല. ഞാനതൊരു തമാശയായിട്ട് പറഞ്ഞാണ്. നമ്മളിൽ ഇതുണ്ട്, നമ്മുടെ ഉള്ളിൽ ഇത് ഉറങ്ങിക്കിടക്കുന്ന ദേവിയാണത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. നമ്മളതിനെ ഈ രീതിയിലാണ് പ്രാപ്തിയിൽ എത്തിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം മാത്രം അംഗീകരിച്ചാൽ മതി. എന്താണ്? എല്ലാ ആഗ്രഹങ്ങളും എന്ത് ചെയ്യാനുള്ളതല്ല, വേട്ടയാടാനുള്ളതല്ല, അല്ലെങ്കിൽ അതിന് പിന്നാലെ പോയി സാക്ഷാത്കരിക്കാനുള്ളതല്ല എല്ലാ ആഗ്രഹങ്ങളും. അതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ മാർഗത്തിലൂടെ ഒക്കെ പോയാലും ചില ആഗ്രഹങ്ങൾ മനസ്സിൽ കിടക്കും. അയ്യോ, അത് സാധിച്ചില്ലല്ലോ, ഇത് സാധിച്ചില്ലല്ലോ എന്ന്. അങ്ങനെയാണ് ഈ ലോകം. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചേക്കുന്ന ഒരിടമല്ല ഈ ലോകം. ഓരോ ഭോഗത്തിനും നമ്മൾ അതിനും വേണ്ടി ത്യാഗം നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും, ടോള് പിരിക്കും. ഒരാളുടെ കയ്യിലും അത്രയും ടോള് കൊടുക്കാനില്ല. സകല ആഗ്രഹങ്ങളും അനുഭവിക്കാനുള്ള സമ്പത്ത്, പുണ്യം ആരുടെ കയ്യിലും ഇല്ല. ഒന്നാലോചിച്ച് നോക്കുക, ഏതൊരു ഭോഗത്തിനും ഏതൊരു സുഖാനുഭവത്തിനും ത്യാഗം നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കും. ഒരു സംശയവും വേണ്ട കേട്ടോ, ഒരു സംശയവും വേണ്ട. ഏതൊക്കെ സുഖം അനുഭവിക്കുന്നോ അതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്ത് കൊടുക്കണം? ത്യാഗം കൊടുക്കേണ്ടി വരും. ആദ്യം ഞാൻ ത്യാഗം നമ്മൾ സ്വയം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ത്യാഗം നമ്മുടെ നിന്ന് മേടിച്ചോളൂ, നമ്മളെ കൊണ്ട് ത്യജിപ്പിച്ചോളൂ. അങ്ങനെയൊക്കെ ഉണ്ട് പ്രപഞ്ചത്തിന്. അങ്ങനെയൊക്കെ ചില സീക്രട്ട് ആയിട്ടുള്ള നിയമങ്ങളുണ്ട് ഇവിടെ. ത്യാഗമില്ലാതെ ഇവിടെ ഭോഗമില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഋഷിമാര് പറഞ്ഞു തന്നത്, നിങ്ങൾ ആദ്യം ത്യാഗം പരിശീലിക്കുക, എന്നിട്ട് ഭോഗത്തിലേക്ക് പോകൂ എന്ന്. കാര്യം അവർക്കറിയാം ഇവിടെ അങ്ങനെയേ പോകാൻ പറ്റൂ. നിങ്ങൾ ആദ്യം ഭോഗം എടുത്താൽ അടുത്ത ത്യാഗം വരും, അത് ബലമായിട്ട് വരുമ്പോൾ അത് ദുഃഖമായി തീരും എന്ന് നമ്മുടെ ഗുരുക്കന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ആദ്യം പോയിട്ട് ത്യാഗം എടുക്കണേ, എന്നിട്ടേ ഭോഗത്തെ തൊടാവേ, അല്ലെങ്കിൽ ആദ്യം ഭോഗവും പിന്നെ ത്യാഗവും വന്നാൽ അത് ദുഃഖമാണേ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ശ്ലോകം അത്രയും അഗാധമായ ഒരു ശ്ലോകമാണ്. ജീവിതത്തെ അതിൻ്റെ ഒരു നട്ട് ഷെല്ലിൽ നമ്മളെ കാണിച്ചു തരുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ആഗ്രഹങ്ങളെ ക്രമീകരിക്കുക, നമ്മുടെ ആയുസ്സിനെ ക്രമീകരിക്കുക. ആയുസ് എന്ന് പറയുന്നത് ദിവസമാണ്.
മാസങ്ങളോ വർഷങ്ങളോ അല്ല, ദിവസമാണ്. 25,000 30,000 ദിവസങ്ങളൊക്കെയാണ് ഓരോ മനുഷ്യരോട് ജീവിച്ചിരിക്കുന്നത്. അത്രയും ജീവിച്ച ഭാഗ്യം. മറ്റു അപകടമൊന്നും ഉണ്ടാവാതെ രോഗമൊന്നും ഇല്ലാണ്ട് 30,000 ദിവസമൊക്കെ എത്തിയ ഭാഗ്യം. അപ്പൊ അതുപോലുള്ള ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. വർഷങ്ങളൊന്നും ഇല്ലേ? ഇനി അതൊക്കെ മായ്ച്ച് കളഞ്ഞേരെ. ഒരാൾ നിങ്ങളോട് ചോദിക്കണം എത്ര വയസ്സെന്ന് ചോദിച്ചാൽ പറയണം 15,000 ദിവസം എന്ന് പറഞ്ഞേക്കണം. അല്ലാണ്ട് 40 വയസ്സ് 30 വയസ്സ് 35 വയസ്സെന്നൊന്നും പറയാം. അത് നിർത്തുക. അത് നമ്മൾ സ്വയം കബളിപ്പിക്കുകയാണ്. സ്വയം കബളിപ്പിക്കരുത്. ദിവസങ്ങളായിട്ട് മാത്രം നമ്മുടെ വയസ്സിനെ അളക്കുക. ഒരു ദിവസം ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തിരിക്കുക. അതിനെ വർഗീകരിക്കുക. ആയുസ്സിനെ വർഗീകരിക്കുന്ന പോലെ ഒരു ദിവസത്തെ ക്രമീകരിക്കുക. ഒരു ടൈം ടേബിൾ കൊണ്ടുവന്ന് ഉത്സാഹത്തോടു കൂടി ചെയ്യേണ്ടത് ചെയ്ത് ജീവിക്കേണ്ട പോലെ ജീവിച്ച് ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. സഫലീകരിച്ച ആഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക. സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ ഒരിക്കലും എല്ലാ ആഗ്രഹങ്ങളും നമുക്കുള്ളതല്ല എന്നുള്ള സത്യം അംഗീകരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമുക്ക് ചോദ്യോത്തര വേദിയിലേക്ക് കടക്കാം.